അത് പടച്ചോൻ തരണം. ഒന്ന് മവദ്ദത്ത്, അൺകണ്ടീഷണൽ ലവ്, ഒരു കണ്ടീഷനും ഇല്ലാത്ത പ്രണയം. മറ്റൊന്ന് റഹ്മത്താൻ, കാരുണ്യം. ആ പ്രണയത്തിൽ നിന്ന് കാരുണ്യത്തിലേക്ക് വഴിമാറുന്ന നിമിഷങ്ങളാണ് കല്യാണത്തിലുണ്ടാവുക. ഞങ്ങളൊരു പാലിയേറ്റീവ് പദ്ധതിയുടെ ഭാഗമായിട്ട് ഒരു എക്സ് മിലിറ്ററി ആയ, മുൻപ് അയാൾ സൈനികനായിരുന്നു, അവിടെ നിന്ന് റിട്ടയർഡ് ചെയ്തൊരു മനുഷ്യനെ കാണാൻ പോയി. അതിൻ്റെ കാരണം അദ്ദേഹത്തിൻ്റെ ഭാര്യ അൽഷിമേഴ്സ് രോഗിയാണ്, ശരീരം തളർന്നു കിടക്കുകയാണ്. അപ്പോൾ അവരുടെ അടുക്കൽ കുറച്ച് സാധനങ്ങളൊക്കെ എത്തിച്ചു കൊടുക്കാൻ വേണ്ടി പോയതാണ്. ആ മനുഷ്യൻ ഞങ്ങളെ കണ്ടപ്പോൾ മുതൽ കരയാൻ തുടങ്ങിയതാണ്. അദ്ദേഹം പറഞ്ഞത്, ഉസ്താദേ, എനിക്ക് സാധനങ്ങളൊക്കെ ഉണ്ടാക്കിത്തരാൻ ഇവിടെ ജോലിക്കാരിയുണ്ട്, എനിക്ക് എന്ത് വേണമെങ്കിലും അവൾ ഉണ്ടാക്കിത്തരും. എനിക്കൊന്ന് തമാശ പറയാൻ, എനിക്കൊന്ന് വർത്തമാനം പറയാൻ, എൻ്റെ കൂടെയൊന്നിരിക്കാൻ, എനിക്ക് ടെൻഷൻ ഉണ്ടാകുമ്പോൾ മടിയിൽ തലവെച്ചൊന്ന് കരയാൻ, അതിനൊക്കെ പറ്റിയ ആളാണ് ആ കിടക്കുന്നത് ഉസ്താദി എന്ന് പറഞ്ഞിട്ട് നിലവിളിക്കുന്ന മനുഷ്യൻ. കണ്ടോ? ഇങ്ങനെ മനസ്സിലാക്കുമ്പോഴാണ് ആ ജീവിതം മനോഹരമായി തീരുക. ഈ ജീവിതം, പ്രത്യേകിച്ച് കല്യാണം കഴിക്കാൻ പോകുന്ന കുട്ടികളുണ്ടെങ്കിൽ മനസ്സിലാക്കണം കേട്ടോ. ഈ ബറക്കത്ത് ഇല്ലേ, വിൽ സ്മിത്തിൻ്റെ ഒരു വാക്കുണ്ട്, ഹാപ്പിനെസ് ഈസ് നോട്ട് പ്ലഷർ, ഹാപ്പിനെസ് ഈസ് പീസ്. ഈ സന്തോഷം എന്ന് പറഞ്ഞാൽ എന്തെങ്കിലുമൊക്കെ ബാഹ്യപ്രകടനങ്ങളല്ല, മനസ്സിൻ്റെ സമാധാനമാണ്. വാൽപ്പാറയിലുള്ള കോടീശ്വരനായൊരു മനുഷ്യനുണ്ട്, എന്നെ ഇടയ്ക്കിടയ്ക്ക് വിളിക്കും, വളരെ അടുത്ത സുഹൃത്താണ്. കോടീശ്വരൻ എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന് സ്വന്തമായിട്ടൊരു ടീ എസ്റ്റേറ്റും ഫാക്ടറിയൊക്കെ ഉണ്ട്. അപ്പോൾ മൂപ്പർ എന്നെ വിളിച്ചിട്ട് പറയും, ഉസ്താദേ, ഒരു സമാധാനം കിട്ടണില്ല. അതായത് ചില ആധുനികരായ ആളുകൾ പറയുമല്ലോ, പൈസ ഉണ്ടെങ്കിൽ സമാധാനം മേടിക്കുക. കിട്ടൂല. പൈസ ഉണ്ടായതുകൊണ്ട് മാത്രം സമാധാനം കിട്ടൂല. ആര് തരണം സമാധാനം? ആര് തരണം? മിൻ ഇൻദില്ല, അത് അള്ളാഹുവിൽ നിന്ന് കിട്ടണം. അള്ളാഹുവിൽ നിന്ന് കല്യാണത്തിലൂടെ നിങ്ങൾക്കത് കിട്ടണമെങ്കിൽ ആ കല്യാണം ആര് തൃപ്തിപ്പെട്ട രൂപത്തിലാകണം? അള്ളാഹു തൃപ്തിപ്പെട്ട രൂപത്തിലാകണം. ചിലപ്പോഴൊക്കെ പെട്ടുപോകാറുണ്ട്. ഒരു നമ്മുടെ എറണാകുളത്തെ സെഹ്റ കൺവെൻഷൻ സെൻറ്റർ നിങ്ങൾ കേട്ടിട്ടുണ്ടോ? സംറ കേട്ടിട്ടുണ്ടോ? കഴിഞ്ഞ ഒരു സ്ഫോടനം ഉണ്ടായില്ലേ ഒരു ക്രിസ്ത്യൻ വിഭാഗങ്ങൾക്കിടയിൽ? അവിടെ കല്യാണത്തിന് പോയി. ബഹുമാനപ്പെട്ട മുനവ്വർ അലി തങ്ങളാണ് നിക്കാഹ് പ്രസംഗിക്കാൻ ഞാനും പ്രസംഗിച്ചു. ഈ വിഷയമൊക്കെ പറഞ്ഞു കേട്ടോ. തങ്ങൾ നിക്കാഹും കഴിഞ്ഞ് ഭക്ഷണം കഴിച്ച് തങ്ങളങ്ങോട്ട് പോയപ്പോഴത്തേക്കും ഇവരങ്ങ് തുടങ്ങി ഡാൻസ്. നമ്മളൊക്കെ ആര് മൈൻഡ് ചെയ്യാനാണ്? ചില സ്ഥലത്തൊക്കെ ബാറക്കല്ലാന്ന് വെറുതെ ദ്വാ ചെയ്തുകൊണ്ട് മാത്രം കാര്യമുണ്ടോ? നിങ്ങൾ ഈ പേക്കൂത്തൊക്കെ കാണിച്ചിട്ട് ഏത് തങ്ങളൊന്ന് ദ്വാരുന്നാലും തങ്ങളുടെ ദ്വായിൻ്റെ ഒരു ബറക്കത്ത് നിങ്ങൾക്ക് ലഭിക്കണമെങ്കിൽ അള്ളാഹു തൃപ്തിപ്പെടുന്ന സദസ്സായത് മാറണം അല്ലേ? അള്ളാഹ് തൃപ്തിപ്പെടുന്ന സദസ്സായി മാറണം. ഏറ്റവും ശ്രദ്ധേയമായൊരു കാര്യം, ആ നിക്കാഹു മിൻ സുന്നത്തി, നിക്കാഹ് എൻ്റെ സുന്നത്താണ്. ആ സുന്നത്തിനെ കളിയാക്കുന്ന പരിപാടികളാണ് അവിടെ നടക്കുന്നത്. ഒരിക്കലും ഞാൻ ബാറക്കല്ല പറയാൻ വേണ്ടിയിട്ട് ചെക്കനിങ്ങനെ സ്റ്റേജിൽ നിൽക്കണം. ഞാനിങ്ങനെ ചെന്ന് ഇങ്ങനെ മേലെ കയറുമ്പോഴത്തേക്കും ഒറ്റ സൗണ്ട് പാട്ടം കിട്ടു. ആദ്യം തന്നെ കേൾക്കണം, നിങ്ങൾക്ക് ആദരാഞ്ജലി നേരട്ടെ എന്നാണ്. ഈ ആദരാഞ്ജലി നേരുന്ന പാട്ടും കേട്ടുണ്ട് എങ്ങനെയാ പോയിട്ട് ബാറക്കല്ലാഹു ലക്കുമ ബാറക്കലേക്കുമ എന്നൊക്കെ പറയണേ? ചിന്തിച്ചു നോക്കി. അപ്പം കല്യാണങ്ങൾ മോശത്തരം കാണിക്കാനുള്ള സ്ഥലങ്ങളായി മാറരുത്. അത് മുത്തുനബിയുടെ സുന്നത്താണ്. സുന്നത്തുകൾ കൊണ്ട് അലങ്കരിച്ചാൽ അള്ളാഹു നിങ്ങൾക്ക് ബറക്കത്ത് തരും. ഹബീബായ സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജീവിതം അങ്ങനെയല്ലേ? റൊമാൻറ്റിക് ആയിരുന്നു മുത്തുനബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം. സൈക്കോളജിസ്റ്റുകൾ ബോറടിക്കുന്നുണ്ടോ? സൈക്കോളജിസ്റ്റുകൾ ലൈഫിൻ്റെ 3 ഘട്ടങ്ങൾ പറയുന്നുണ്ട്. ആദ്യം ഹണിമൂൺ പീരീഡാണ്, രണ്ടാമത്തേത് സ്ട്രഗ്ലിംഗ് പീരീഡാണ്, മൂന്നാമത്തേത് ഒരു ഫ്ലോ ആയിട്ടങ്ങ് പോകേണ്ട പീരീഡാണ്. ഹണിമൂൺ പീരീഡിൽ പരസ്പരം ഒരു തെറ്റ് കണ്ടാൽ പോലും തെറ്റാണ് നമുക്ക് തോന്നൂല. സ്ട്രഗ്ലിംഗ് പീരീഡിലേക്ക് വരുമ്പോൾ തെറ്റൊന്നും ചെയ്തില്ലെങ്കിലും നമ്മൾ എന്തെങ്കിലുമൊക്കെ ഒരു തെറ്റുണ്ടാക്കിയിട്ട് പ്രശ്നം ഉണ്ടാക്കും. ആ പ്രശ്നം ഉണ്ടാക്കിയ രൂപത്തിലാണ് അവസാനിക്കുന്നതെങ്കിൽ ജീവിതത്തിൽ ഒരു സന്തോഷം ഉണ്ടാവില്ല. എന്നാൽ അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മുത്തുനബിയുടെ ജീവിതം തുടക്കം മുതൽ അവസാനം വരെ ഹണിമൂൺ പീരീഡിലായിരുന്നു. എന്തൊരു റൊമാൻറ്റിക് ആയിരുന്നു മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലേ? എല്ലാവരും കേട്ട ഹദീസാണല്ലേ? വീട്ടിൽ ജോലി ചെയ്യുമായിരുന്നു മുത്തുനബി തങ്ങൾ, വീട് വൃത്തിയാക്കുമായിരുന്നു, കിച്ചണിൽ കൂടെ വരുമായിരുന്നു, റൊമാൻറ്റിക്കായ സംസാരങ്ങളുണ്ടായിരുന്നു. ഷറഹ് മുസ്ലിമിൽ കാണാം, ആയിഷ റളിയല്ലാഹു അൻഹയും മുത്തുനബി തങ്ങളും കൈകോർത്ത് പിടിച്ച് രാത്രിയിൽ ഇങ്ങനെ നടക്കാൻ പോവുമായിരുന്നു. നാലേശുക്ക് ആയിഷ ബിയുടെ ഒരു വാക്കുണ്ട്, എൻ്റെ മുത്തുനബി, എൻ്റെ പ്രിയപ്പെട്ടവർ വീട്ടിലുണ്ടെങ്കിൽ എനിക്ക് ജോലി കുറവാണ്. നമ്മുടെ കെട്ടിയോളാണെങ്കിൽ എന്താ പറയുക? നിങ്ങൾ വീട്ടിലുള്ളപ്പോൾ ഇരട്ടി പണിയാണെന്നാണ്. അപ്പം ഞാനിടയ്ക്ക് കുക്ക് ചെയ്യാനായിട്ട് കയറും. എനിക്ക് മന്തി ഉണ്ടാക്കലൊക്കെ ഭയങ്കര ഇഷ്ടം. അപ്പം ഞാൻ പറയും, ഇന്ന് ഞാൻ കുക്ക് ചെയ്യട്ടെ. കയറി കഴിഞ്ഞാൽ 4 മണിക്കൂറെങ്കിലും മന്തി ഉണ്ടാക്കി ഇറങ്ങാനായിട്ട്. ഞാനാണെങ്കിൽ 1/2 മണിക്കൂർ കൊണ്ട് തീർത്തേനെ. നിങ്ങൾ കയറുന്ന ദിവസം
4 മണിക്കൂറോ അങ്ങനെയാണ്. എന്നാൽ ആയിഷ റളിയല്ലാഹു അൻഹ പറഞ്ഞെന്താ, അങ്ങുള്ളപ്പോൾ എൻ്റെ പണി കുറയും, എനിക്ക് സമാധാനമാണ്. അങ്ങനെയാകണം എന്നാണ്. അല്ലാഹു റബ്ബുൽ ആലമീൻ നമുക്ക് തൗഫീക്ക് നൽകട്ടെ. സൂറത്തുൽ ബഖറയിലെ മനോഹരമായൊരു പ്രയോഗം ഉണ്ട് അല്ലാൻ്റെ, ഹുന്ന ലിബാസുൽ ലക്കും വ അൻതും ലിബാസുൽ ലഹുന്ന. ഇതുപോലെ പറഞ്ഞൊരു വേദം ഏതാ? നിങ്ങൾ പരസ്പരം വസ്ത്രങ്ങളാണെന്നാണ്. ഭാര്യ ഭർത്താവിന് വസ്ത്രമാണ്, ഭർത്താവ് ഭാര്യയ്ക്കും. എന്താണ് ഈ വസ്ത്രത്തിൻ്റെ ഉപയോഗം? എന്താ വസ്ത്രത്തിൻ്റെ ഉപയോഗം? എന്തായിരിക്കും വസ്ത്രത്തിന്? എന്തൊക്കെ ഉപയോഗമുണ്ട്? നാണം മറയ്ക്കാം, പിന്നെ തണുപ്പിൽ നിന്ന് ചൂടിൽ നിന്നൊക്കെ പ്രൊട്ടക്ഷൻ കിട്ടും. അത് മാത്രമല്ല, നമ്മൾ മറ്റുള്ളവർ കാണരുത് എന്ന് ആഗ്രഹിക്കുന്ന നമ്മുടെ രഹസ്യങ്ങളൊക്കെ മറച്ചു വെക്കുന്നത് എന്താ? വസ്ത്രമാണ്. യഥാർത്ഥത്തിൽ പരസ്പരം ഭാര്യയും ഭർത്താവും വസ്ത്രങ്ങളാണെന്ന് പറയുമ്പോൾ നമുക്കിടയിൽ എന്തുണ്ടാകരുത്? രഹസ്യങ്ങൾ ഉണ്ടാകരുത്. കാരണം വസ്ത്രങ്ങളാണ്. വസ്ത്രത്തിനെല്ലാം അറിയാമല്ലോ. രഹസ്യങ്ങൾ അറിയണം എന്ന് പറഞ്ഞുകൊണ്ട് പണ്ട് കാലത്ത് നമ്മൾ ഈ ഫസ്റ്റ് നൈറ്റിലൊരു പരിപാടി ഉണ്ട്. അതെ, നിങ്ങളുടെ ലൈഫിൽ പഴയ ലവ് വല്ലതും ഉണ്ടായിരുന്ന ഇവനങ്ങോട്ട് തള്ളുകയാണ്, 10 20 ഒരുമിച്ചിരുന്നെന്ന് പറയും. ഉണ്ടായിട്ടുണ്ടാവില്ല. പക്ഷെ ഇവളുടെ മനസ്സിലേക്ക് പിന്നെ സംശയത്തിൻ്റെ ഊരമ്പുകൾ വന്ന് വർഷിക്കുകയാണ്. 24 മണിക്കൂർ ഒരു ഫോൺ കോൾ വരുമ്പോൾ തന്നെ അവളെങ്ങാനും ആയിരിക്കുമോ? ഒരു പേടിയാണ്. അങ്ങനത്തെ പഴയ കാര്യങ്ങളൊന്നും പറയരുത് കേട്ടോ. അത് പ്രത്യേകിച്ച് പെൺകുട്ടികളുണ്ട്. ചില ആളുകൾ എന്നോടുണ്ട്, സാറേ, അതായത് നമ്മൾ ഭർത്താവിൻ്റെ മുമ്പിൽ എല്ലാ കാര്യങ്ങളിലും രഹസ്യങ്ങളൊക്കെ തുറന്നു പറയണമല്ലോ. അങ്ങനെ പറയണ്ട. കല്യാണം കഴിഞ്ഞിട്ട് മുതലുള്ള അങ്ങ് പറഞ്ഞാൽ മതി. കല്യാണം കഴിഞ്ഞിട്ട് നിങ്ങൾക്കിടയിൽ ഒരു രഹസ്യം വേണ്ട. പണ്ട് സ്കൂളിൽ നടന്ന അഫയേഴ്സൊക്കെ വിളിച്ചു പറഞ്ഞിട്ട് ജീവിതത്തിൽ വെറുതെ പ്രശ്നം കൊണ്ടുവരണം എന്തിനാ? ഹുന്ന ലിബാസുൽ ലക്കും. എപ്പോൾ മുതൽ? നിങ്ങൾ കല്യാണം കഴിക്കുമ്പോൾ മുതൽ ഒരു മറയുണ്ടാകാൻ പാടില്ല. അതായത് ഭർത്താവിന് തൻ്റെ ഫോൺ വീട്ടിൽ വെച്ചിട്ട് പുറത്തു പോയാൽ സമാധാനം ഉണ്ടാകണം. എങ്ങനെ? ഭർത്താവിന് തൻ്റെ ഫോൺ വീട്ടിലിരിപ്പുണ്ട്, അവൻ പുറത്തോട്ട് പോയി, ഫോൺ എടുക്കാൻ മറന്നുപോയി, സമാധാനം ഉണ്ടാവുമോ? ഉണ്ടെങ്കിൽ അടിപൊളിയാണ്. ഉണ്ടാവോ? ഉണ്ടാവില്ല എന്ന് പറയണ ഒരാൾ. വസ്ത്രങ്ങളാണ്. പാസ്വേഡ് നിങ്ങൾ പരസ്പരം അറിയണം. തൻ്റെ ഫോണിൻ്റെ പാസ്വേഡ് ഭാര്യയ്ക്ക് അറിഞ്ഞാൽ എന്താ കുഴപ്പം? അതുപോലെ ഭാര്യയുടെ ഫോണിൻ്റെ പാസ്വേഡ് നമുക്കറിയുന്നുണ്ട്, എന്താ കുഴപ്പം? നിങ്ങൾ പരസ്പരം വസ്ത്രങ്ങളാണ്, നിങ്ങൾക്കിടയിൽ മറയുണ്ടാകാൻ പാടില്ല എന്നാണ്. കൊമാല എന്ന് പറയുന്ന ഒരു നോവലുണ്ട്. കൊമാല എന്നൊരു നാടിൻ്റെ പേരും കൂടെയാണ്. ആ നാട്ടിലുള്ളവരൊക്കെ മരിച്ചവരാണ് എന്ന് പറഞ്ഞാൽ അവർ ഭക്ഷണം കഴിക്കും, ഉറങ്ങും, ഇതൊക്കെ ചെയ്യും, വിസർജിക്കുകയൊക്കെ ചെയ്യും. പക്ഷേ അവർ ചിരിക്കില്ല, സംസാരിക്കില്ല, കൂടെ ഇരുന്ന് ടൈം സ്പെൻഡ് ചെയ്യില്ല. അങ്ങനെയുള്ളവരെ മരിച്ചവരുടെ പ്രതീകങ്ങളായിട്ട് ചില നോവലുകൾ പരിചയപ്പെടുത്തിയത് കാണാം. അപ്പം നമുക്കിടയിൽ മരണമല്ല സംഭവിക്കേണ്ടത്, ജീവിതമാണ്. അല്ലാഹു റബ്ബുൽ ആലമീൻ തൃപ്തിപ്പെടുന്ന ജീവിതം നയിക്കാൻ നമുക്കേവർക്കും തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അപ്പം ഞാൻ ആദ്യം പറഞ്ഞതുപോലെ മനുഷ്യനായി അംഗീകരിക്കാൻ കഴിയുക, പരസ്പരം മനുഷ്യനായി അംഗീകരിക്കുക. കുഞ്ഞുണ്ണി മാഷിൻ്റെ ഒരു വാക്കുണ്ട്, കൂടെ പൊറുക്കാൻ കൂടെ പൊറുക്കണം. എന്താ പറഞ്ഞു? കൂടെ പൊറുക്കാൻ കൂടെ പൊറുക്കണം. കൂടെ താമസിക്കണമെങ്കിലേ കുറച്ച് വിട്ടുവീഴ്ചയൊക്കെ ഇങ്ങനെ ചെയ്യണം എന്നാണ്. ഒരു കഥ വായിച്ചിരുന്നു. ഈ ഹബീബായ സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങളുടെ ജീവിതം തന്നെ മതി, വേറെ നോവലുകളൊന്നും എടുത്തു വെക്കണ്ട. ആ പൊറുക്കലൊക്കെ നമുക്ക് ഹൃദ്യമായി ഇല്ലുസ്ട്രേറ്റഡ് ആയ രൂപത്തിൽ ഇങ്ങനെ കാണാം. സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മുത്തുനബിക്ക് പായസം ഭയങ്കര ഇഷ്ടമായിരുന്നു. ആ സംഭവം നമുക്കറിയാം അല്ലേ? പായസം ഇഷ്ടമായിരുന്നു. ഒരിക്കൽ ആയിഷ റളിയല്ലാഹു അൻഹ മുത്തുനബിക്ക് പായസം ഉണ്ടാക്കി കൊടുക്കുകയാണ്. ഒരു കാര്യം ഇതിൻ്റെ ഇടയിൽ നമ്മൾ എപ്പോഴും മനസ്സിലാക്കണം കേട്ടോ. ഒരു പെണ്ണ് ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്ന ഒരു സാധനമാണ് കോംപ്ലിമെൻ്റ് എന്ന് പറയാം. നമുക്ക് ഭക്ഷണം ഉണ്ടാക്കി തരുമ്പോൾ, ഇന്നിപ്പോൾ രാവിലെ വീട്ടിൽ നിന്ന് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു എന്ന് ആരെങ്കിലുമൊക്കെ ഉണ്ടോ? വീട്ടിൽ നിന്ന് കഴിച്ചിട്ടൊന്നൊരു ഉണ്ടോ? അൽഹംദുലില്ലാ. ഇത് കഴിച്ചിട്ട് എടി ടേസ്റ്റ് അടിപൊളിയായിരുന്നു കേട്ടോ എന്ന് പറഞ്ഞ ആരെങ്കിലും ഉണ്ടോ? അല്ലേ? അവളിത് കേൾക്കാൻ ആഗ്രഹിക്കുന്നുണ്ട് എന്നാണ്. അതിനു വേണ്ടിയിട്ട് അവിടെ നിൽക്കുക. നമ്മളെന്തെങ്കിലും പറയും, ഇന്ന് ഇച്ചിരി ഉപ്പ് കുറവാണല്ലോ, കേട്ടെ, അത് പിന്നെ പറയാം. അത്രയും കഷ്ടപ്പെട്ടവൾ ഉണ്ടാക്കി തരുമ്പോൾ ഈ ഭക്ഷണം അടിപൊളിയാണെന്ന് പറയാം. ഈ ഭക്ഷണത്തെക്കുറിച്ച് നല്ലത് കേൾക്കാൻ പെണ്ണുങ്ങൾക്ക് പ്രത്യേകിച്ചൊരു താല്പര്യമാണ്. ആയിഷ റളിയല്ലാഹു അൻഹ ഭക്ഷണം ഉണ്ടാക്കണതിൻ്റെ ഇടയിലാണ്, പായസം ഉണ്ടാക്കണതിൻ്റെ ഇടയിലാണ് സൗദാ ബീവി കൊടുത്തുവിട്ടൊരു പായസം കൊണ്ടൊരു കുട്ടി ഇങ്ങനെ വരുന്നത്. ആയിഷ ബീവിക്ക് ദേഷ്യം കയറിയില്ല, ഓടി വന്നൊരു ഒറ്റ തട്ടങ്ങ് തട്ടിക്കളഞ്ഞു. നമ്മളാണെങ്കിൽ എന്ത് ചെയ്യും? കലാപം ഉണ്ടാക്കും അല്ലേ? അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം താഴെ ഇരുന്ന് തൻ്റെ കൈ കൊണ്ട് അതൊക്കെ വൃത്തിയാക്കിയിട്ട് ആ കുഞ്ഞിനോട് പറയാൻ, പൊട്ടേട്ടോ ഉമ്മാക്ക് ഇത്തിരി ദേഷ്യം കൂടുതലാണ്, വേറെ പ്രശ്നമൊന്നുമില്ല. ഇങ്ങനെ ക്ഷമിക്കാൻ കഴിയുന്ന, പരസ്പരം മനസ്സിലാക്കാൻ കഴിയുന്ന പ്രിയപ്പെട്ടവരാകണം എന്നാണ് അങ്ങോട്ടും ഇങ്ങോട്ടും. മാധവിക്കുട്ടിയുടെ ഒരു ചെറുകഥയുണ്ട്, നെയ്പ്പായസം. നിങ്ങൾ വായിച്ചിട്ടുണ്ടോ നെയ്പ്പായസം? ഒരു പെണ്ണ് രാവിലെ വീട്ടിലിങ്ങനെ അടുക്കളയിൽ ഓടി നടക്കുകയാണ്.
തൻ്റെ കുഞ്ഞുങ്ങളൊക്കെ സ്കൂളിൽ പോയി വരുമ്പോൾ, തൻ്റെ പ്രിയപ്പെട്ടവൻ തിരിച്ചു വരുമ്പോൾ അവർക്കുള്ള ഭക്ഷണം റെഡിയാക്കണം, കാര്യങ്ങളൊക്കെ ഒരുക്കി വെക്കണം. അവൾ ഓടുന്നതിനിടക്ക് കിച്ചണിൽ എവിടെയോ തട്ടി വീണു. ഭർത്താവ് ഇങ്ങനെ വൈകുന്നേരം വരുന്ന സമയത്താണ് വീടൊക്കെ തുറന്നു കിടപ്പുണ്ടല്ലോ. അടുക്കളയിലേക്ക് ചെന്ന് നോക്കുമ്പോൾ തൻ്റെ പ്രിയപ്പെട്ടവൾ അവിടെ വീണ് കിടക്കുക. അവളെ വാരിയെടുത്തുകൊണ്ട് ഹോസ്പിറ്റലിലേക്ക് പോകുന്നുണ്ട്. ഡോക്ടർ പറഞ്ഞു മരിച്ചിട്ട് മണിക്കൂറുകളായിട്ടുണ്ട്. അങ്ങനെ ശവസംസ്കാരമൊക്കെ കഴിഞ്ഞ് കുട്ടികളെയും കൊണ്ട് വീട്ടിലേക്ക് ഇങ്ങനെ വരുന്നൊരു നിമിഷമുണ്ട്. ഉമ്മയില്ലാത്ത വീട്. അള്ളാഹു നമ്മിൽ നിന്ന് മരണപ്പെട്ട മാതാപിതാക്കൾക്ക് മഗ്ഫിറത്ത് കൊടുക്കട്ടെ. ജീവിച്ചിരിക്കുന്നവർക്ക് അള്ളാഹു ആഫിയത്തുള്ള ദീർഘായുസ് കൊടുക്കട്ടെ. ഉമ്മയില്ലാത്ത വീട്ടിലേക്കാണ് വരുന്നത്. കുഞ്ഞുങ്ങൾ പറയുന്നുണ്ട്, അച്ഛാ ഞങ്ങൾക്ക് വിശക്കുന്നുണ്ട്. ആകെ കഞ്ഞി വെക്കാൻ അറിയുള്ളൂ, വേറൊന്നും അറിയില്ല. ഞാൻ കഞ്ഞി ഉണ്ടാക്കിത്തരാം മക്കൾക്ക്. അടുക്കളയിലേക്ക് ചെല്ലുമ്പോൾ കുറേ പാത്രങ്ങൾ ഇങ്ങനെ മൂടി വെച്ചിട്ടുണ്ട്. ഒരു പാത്രത്തിൽ ചോറുണ്ട്, ഒന്നിൽ സാമ്പാറുണ്ട്, ഒന്നിൽ അവിയലുണ്ട്, ഒന്നിൽ കൂട്ടുകറിയുണ്ട്, മറ്റൊരു പളുങ്കു പാത്രത്തിൽ നെയ്പായസവുമുണ്ട്. പക്ഷെ മരണത്തിൻ്റെ ഗന്ധമുള്ള ഭക്ഷണം മക്കൾക്ക് കൊടുക്കാൻ അയാൾ തയ്യാറായില്ല. മക്കളിത് കഴിക്കണ്ട. പക്ഷെ കുട്ടികൾ എന്തു പറഞ്ഞു? പറ്റൂല്ലച്ച, അമ്മ ഉണ്ടാക്കിയത് ഞങ്ങൾക്ക് വേണം. വാശി പിടിച്ചിട്ട് മക്കളത് കഴിക്കുമ്പോൾ ഈ മനുഷ്യൻ ഇങ്ങനെ കോലായിൽ പോയിരുന്ന് തൻ്റെ പ്രിയപ്പെട്ടവളെ കുറിച്ച് ഇങ്ങനെ ചിന്തിക്കുകയാണ്. മക്കൾ ആ പായസം കഴിച്ചിട്ട് പറയുന്നുണ്ട്, അച്ഛാ എന്ത് രുചിയാണ് അമ്മയുണ്ടാക്കിയ ഭക്ഷണത്തിന്, ഇതൊരു രുചിയാണ്. നമ്മളെ ജീവിച്ചിരിക്കുമ്പോൾ ഒരാളെക്കുറിച്ച് നല്ലത് പറയണം, അല്ലേ? മരിച്ചു കഴിഞ്ഞിട്ട് അയാൾ അങ്ങനെ ചെയ്തു, അയാൾ ഇങ്ങനെ ചെയ്തു, അയാൾ എനിക്ക് ഒരുപാട് നന്മകൾ ചെയ്തു, എന്തെല്ലാം മനുഷ്യനായിരുന്നു, അവളുണ്ടാക്കിയ ഫുഡിന് എന്ത് രുചിയായിരുന്നു, ആര് കേൾക്കാനാണ്? അവൾ കേൾക്കൂല. ജീവിച്ചിരിക്കുമ്പോൾ നമ്മുടെ ബന്ധങ്ങളെ മനോഹരമാക്കിയെടുക്കണം. അങ്ങനെ ആയിരുന്നു സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. മാപ്പ് കൊടുക്കാൻ കഴിയണം. ഒരു ഇംഗ്ലീഷ് നോവലുണ്ട്. ഒരു മനുഷ്യൻ ഇങ്ങനെ ജോലിക്ക് പോകാൻ നേരത്ത് വീട്ടിൽ ടാബ്ലറ്റ്, മരുന്നിൻ്റെ കുപ്പി ഇങ്ങനെ താഴെ വീണ് കിടപ്പുണ്ട്. മരുന്നുകൾ ഇങ്ങനെ പുറത്ത് വന്നിട്ടുണ്ട്. അപ്പോൾ തൻ്റെ പ്രിയപ്പെട്ടവളോട് പറയുന്നുണ്ട്, മോളെ മരുന്നൊക്കെ ഒന്ന് എടുത്ത് വെക്കട്ടോ, കുട്ടി ഓടി നടക്കുന്ന പ്രായമാണ്, അവനെടുത്ത് കഴിച്ചാൽ എന്തെങ്കിലുമൊക്കെ പറ്റിപ്പോവും. അവൾ പറഞ്ഞു, ഓ നിങ്ങൾ പോയിക്കോളൂ, ഞാനെല്ലാം ചെയ്തോളാം. പക്ഷെ അവൾ മറന്നുപോയി. കുറേ നേരം കഴിഞ്ഞിട്ടും കുഞ്ഞിനെ കാണാനില്ല. അപ്പം അതിങ്ങനെ ചെന്ന് നോക്കുമ്പോൾ കുട്ടിയുടെ വായിൽ നിന്നിങ്ങനെ നുര പുറത്തേക്ക് വരുന്നുണ്ട്. കുഞ്ഞ് മരുന്നെടുത്ത് കഴിച്ചിട്ടുണ്ട്. ഭർത്താവിന് വിവരം അറിയിച്ചു. വേഗം ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകാൻ ഓടിച്ചെല്ലുമ്പോൾ ഡോക്ടർ പറയുന്നെന്താ, കുഞ്ഞ് മരിച്ചു പോയിട്ടുണ്ട്, കുട്ടി മരിച്ചിട്ടുണ്ട്. ഭർത്താവ് വന്നിങ്ങനെ നിൽക്കുക. ഈ പെണ്ണിന്, ഈ ഭാര്യക്ക് കരയാൻ പോലും പറ്റുന്നില്ല. തൻ്റെ തെറ്റുകൊണ്ട് സംഭവിച്ച, തൻ്റെ കുറ്റം കൊണ്ട് മാത്രം സംഭവിച്ച ഒന്ന്, തൻ്റെ കുഞ്ഞിൻ്റെ ജീവൻ നഷ്ടപ്പെട്ടു പോയി. തൻ്റെ ഭർത്താവിനെ എങ്ങനെയാ പ്രതികരിക്കുക? അവൾക്ക് കരയാൻ പോലും പറ്റണില്ല. അപ്പോഴാണ് അവളിങ്ങനെ ചേർത്ത് പിടിച്ചിട്ട് ആ മനുഷ്യൻ പറയുന്നത്, സ്റ്റിൽ ഐ ലവ് യു, ഇപ്പോഴും എനിക്ക് നിന്നെ വല്ലാത്ത ഇഷ്ടമാണ്. പൊറുക്കാൻ കഴിയുക, അവൾ അറിഞ്ഞുകൊണ്ട് ചെയ്തതല്ലല്ലോ. പൊറുക്കാൻ കഴിയുക, മനസ്സിലാക്കാൻ കഴിയുക എന്നുള്ളത് വലിയ വിഷയമാണ്. അങ്ങനെ മനസ്സിലാക്കി ജീവിക്കുമ്പോൾ ആ ജീവിതത്തിന് വലിയ മാധുര്യമാണ്. ഡോക്ടർ APJ അബ്ദുൽ കലാം, അദ്ദേഹത്തിൻ്റെ ബാപ്പുണ്ട് ജൈനുൽ ആബിദ്. തമിഴ്നാട്ടിലൊക്കെ സൈനുൽ ആബിദിന് പകരം ജൈനുൽ ആബിദ് എന്നാ പറയുക. സ തമിഴന്മാർക്ക് അത്ര കിട്ടൂല, അതുകൊണ്ട് ജ എന്നാ പറയാം. അപ്പോൾ ജൈനുൽ ആബിദ് അദ്ദേഹം ഭക്ഷണം കഴിക്കാനിരിക്കുമ്പോൾ ചപ്പാത്തി കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട്. അബ്ദുൽ കലാമിൻ്റെ ഉമ്മ. ചപ്പാത്തി ഇത്തിരി കരിഞ്ഞു പോയിട്ടുണ്ട്. അപ്പോൾ ഉമ്മ പറയുന്നുണ്ട്, ഇത്തിരി കരിഞ്ഞു പോയിട്ടോ, നിങ്ങൾ ക്ഷമിക്കണേ. അപ്പോൾ ജൈനുൽ ആബിദ് പറയുന്നുണ്ട്, എടി എനിക്ക് ഈ കരിഞ്ഞ ചപ്പാത്തി ഭയങ്കര ഇഷ്ടമാണ്, ഭയങ്കര ടേസ്റ്റാണ് അതിന്. രാത്രി ഉറങ്ങാൻ പോകുമ്പോൾ APJ അബ്ദുൽ കലാമിനൊരു പതിവുണ്ട്, തൻ്റെ ഉപ്പയുടെ മുർദാവിൽ വന്ന് ചുംബിച്ചിട്ടേ ഉറങ്ങാൻ പോവുള്ളൂ. അപ്പോൾ ഇങ്ങനെ ഉമ്മ കൊടുത്തിട്ട് ചോദിച്ചു, അല്ല ഉപ്പ, നിങ്ങൾക്ക് ഈ കരിഞ്ഞ ചപ്പാത്തി ഇഷ്ടമാണോ? എൻ്റെ പൊന്നുമോനെ, കരിഞ്ഞ ചപ്പാത്തി ആർക്കെങ്കിലും ഇഷ്ടാവൂടാ? പിന്നെ അങ്ങനെ പറഞ്ഞെന്താ? ഒരു കരിഞ്ഞ ചപ്പാത്തി കഴിച്ചതുകൊണ്ട് നമുക്കൊന്നും സംഭവിക്കാനില്ല. രാവിലെ മുതൽ അടുക്കളയിലാണ് നിൻ്റെ ഉമ്മ. അവളോട് അത് കരിഞ്ഞു പോയി അല്ലെങ്കിൽ കുറ്റം പറയുക ചെയ്താൽ അവളുടെ മനസ്സെത്ര വേദനിക്കും. അതുകൊണ്ടാണ് ഉമ്മയെ സ്നേഹിക്കുന്ന, കുടുംബം നോക്കുന്ന നല്ലൊരു മനുഷ്യനായത് ഡോക്ടർ APJ അബ്ദുൽ കലാം. അങ്ങനെ ആകണമെന്നാണ്. മാപ്പ് കൊടുക്കുന്ന ജീവിതത്തിന് വലിയ മാധുര്യമായിരിക്കും. അല്ലാഹു റബ്ബുൽ ആലമീൻ അങ്ങനെ ജീവിക്കാൻ നമുക്ക് തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. കുടുംബങ്ങൾ തമ്മിലുള്ളൊരു ബന്ധം കൂടെയാണ്, അല്ലേ? ഭർത്താവ് എപ്പോഴും ഭാര്യയുടെ ഉമ്മയെ വിലവെക്കുന്ന മനുഷ്യനാകണം. തിരിച്ചും അങ്ങനെ തന്നെ. പോരെടുക്കണ മൈൻഡൊന്നും ഉണ്ടാകാൻ പാടില്ല. അപ്പോൾ അതൊക്കെ വിശദീകരിക്കണമെങ്കിൽ ഒരുപാട് സമയമാണ്, വളരെ ചുരുക്കി മാത്രം പറയാൻ. അപ്പോൾ ഭംഗിയായി ഇങ്ങനെ ജീവിക്കുക അള്ളാഹു തൗഫീക്ക് നൽകുമാറാകട്ടെ. അലിയാരുടെയും ഫാത്തിമയുടെയും കല്യാണം അറിയാലോ, റളിയല്ലാഹു അൻഹ. എല്ലാവരും ഇങ്ങനെ പറയുന്നുണ്ട്, ഫാത്തിമ ബീവിയെ ഭയങ്കര ഇഷ്ടമായിരുന്നു,
റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങളോട് ചെന്ന് ഇഷ്ടം പറഞ്ഞപ്പോൾ അള്ളാഹിൻ്റെ ഹബീബ് സമ്മതിക്കുകയാണ്. നിങ്ങൾക്ക് ദീനുള്ളൊരു പുരുഷനെ കിട്ടിയാൽ ഫസവ്വിജു എന്നാ പറഞ്ഞത്. ഫസവ്വിജു, വേഗം കെട്ടിച്ചു കൊടുത്തോളൂ സയ്യിദുനാ റസൂലുള്ളാഹ്. ബാക്കിയുള്ള പ്രിഫറൻസ് ഒക്കെ സെക്കൻഡറിയാണ്. ഫസ്റ്റ് പ്രിഫറൻസ് ദീനാണ്. അത് പെൺകുട്ടികൾക്ക് മാത്രമൊന്നുമില്ല, പുരുഷന്മാർക്കും. ദീനുള്ളൊരു പുരുഷനെ കിട്ടുക എന്ന് പറയുന്നത് ഇന്ന് ഭയങ്കര പാടാണ്. ദീനുള്ള കുട്ടികളെ കണ്ടാൽ ഫസവ്വിജൂഹു, പെട്ടെന്ന് കല്യാണം കഴിച്ചു കൊടുക്കണം എന്നാണ്. ഫാത്തിമയുടെ കല്യാണ സമയത്ത് റളിയല്ലാഹു അൻഹ പുണ്യനബി പറയുന്നുണ്ട്, മോളെ ഫാത്തിമ, അലിയാരുടെ വീട്ടിൽ ചെല്ലുമ്പോൾ എൻ്റെ മോൾക്ക് ചിലപ്പോൾ പ്രയാസം ദാരിദ്ര്യമൊക്കെ ഉണ്ടാവും, ചിലപ്പോൾ പട്ടിണി കിടക്കേണ്ടി വരും, എന്നാലും അലി നിന്നെ കരയിപ്പിക്കില്ല സയ്യിദുനാ റസൂലുള്ളാഹ്. ഒരു പെൺകുട്ടിയെ കയ്യിലേക്ക് വെച്ച് തരുമ്പോഴുള്ള ബാപ്പാടെ മനസ്സത് നമ്മൾ മനസ്സിലാക്കണ്ടേ. അങ്ങനെ ആകണം എന്നാണ്. അവരുടെ ജീവിതം ഭയങ്കര രസമല്ലേ, പരസ്പരം മനസ്സിലാക്കിയിരുന്നു. ഗർഭിണിയാണ് ഫാത്തിമ റളിയല്ലാഹു അൻഹ, ഗർഭിണിയാണ്. അപ്പം ഇങ്ങനെ ഭക്ഷണം കഴിക്കുകയാണ് അലിയാരും ഫാത്തിമയും. കഴിക്കുന്നതിനിടയിൽ പറഞ്ഞു, ഓ അലി, എനിക്ക് ഇത്തിരി ഈന്തപ്പഴം കഴിക്കാൻ ഭയങ്കര കൊതിയുണ്ട്, ഈന്തപ്പഴം കഴിക്കണം. ഒന്നുമില്ല അലീൻ്റെ കയ്യിൽ ഒന്നുമില്ല. പക്ഷെ ആ ഭക്ഷണം അവിടെ മൂടി വെക്ക് ഫാത്തിമ, ഞാനിപ്പോൾ വരാം. അവിടെ നിന്ന് എഴുന്നേറ്റ് പോവാ. അങ്ങനെ മാർക്കറ്റിലേക്ക് ചെന്നു, നല്ല ഈന്തപ്പഴം നോക്കി, പറഞ്ഞ വില കൊടുക്കാൻ കയ്യിലൊന്നുമില്ല. അപ്പോൾ അരപ്പട്ട ഊരിയിട്ട് അങ്ങ് കൊടുത്തു. അതങ്ങ് കൊടുത്തിട്ട് ആ ഈന്തപ്പഴം എനിക്ക് തരണം. അത് വാങ്ങി വരുന്ന വഴിയിൽ ഒരു പാവപ്പെട്ട മനുഷ്യനിരിപ്പുണ്ട്. യാ അലി, ഭക്ഷണം കഴിച്ചിട്ട് കുറച്ച് ദിവസമായി, എന്തെങ്കിലും തരുമോ? ആ ഈന്തപ്പഴം എടുത്ത് വിശപ്പ് സഹിച്ചിരിക്കണ മനുഷ്യനങ്ങ് കൊടുത്തു. എല്ലാം തീർന്ന് പോക്കറ്റിൽ നോക്കുമ്പോൾ എൻ്റെ ഫാത്തിമക്ക് കൊടുക്കാനൊന്നുമില്ലല്ലോ. വീട്ടിലേക്ക് ചെല്ലുകയാണ്, സലാം പറഞ്ഞ് കയറി, ഒന്നും ചോദിച്ചില്ല. എവിടെ ഈന്തപ്പഴം? നമ്മളാണ് പോയെങ്കിൽ ചിന്തിച്ചു നോക്കി, കെട്ടിയോളം ചോദിക്കുക, നിങ്ങൾ ഈന്തപ്പഴം കൊണ്ടുവരാൻ പോയിട്ട് അല്ലേ? ഒന്നും ചോദിച്ചില്ല സയ്യിദത്തുന ഫാത്തിമ റളിയല്ലാഹു അൻഹ. അലിയാർ വന്നു, ഭക്ഷണം, ബാക്കിയുള്ള ഭക്ഷണം എടുത്ത് കഴിക്കുകയാണ്. ആ കഴിക്കുന്നതിനിടയിൽ പറഞ്ഞു, ഫാത്തിമ, ഞാനിങ്ങനെ ഈന്തപ്പഴമൊക്കെ വാങ്ങിയിരുന്നു, പക്ഷെ വരുന്ന വഴിക്ക് വിശപ്പ് സഹിക്കാൻ പറ്റാതിരുന്നൊരു മനുഷ്യൻ ചോദിച്ചപ്പോൾ കൊടുക്കാതിരിക്കാൻ കഴിഞ്ഞില്ല മോളെ. ഒന്നും മിണ്ടിയില്ല ഫാത്തിമ റളിയല്ലാഹു അൻഹ. പിന്നീട് അവർ പോയി ഇങ്ങനെ കിടക്കുകയാണ്. കിടക്കുന്ന സമയത്ത് അലിയാർ ചോദിക്കുന്നുണ്ട്, എന്നോട് പിണക്കാണോ ഫാത്തിമ? സയ്യിദത്തുന ഫാത്തിമ റളിയല്ലാഹു അൻഹ പറയുന്നുണ്ട്, ഞാൻ എന്തിനു പിണങ്ങണം അലി, ഞാൻ എന്തിനു പിണങ്ങണം? ഞാൻ അല്പം മധുരം കഴിക്കാനാണ് ആഗ്രഹിച്ചത്, പക്ഷേ എനിക്ക് വേണ്ടി വാങ്ങിയ മധുരം അങ്ങ് പ്രയാസം സഹിക്കുന്ന പട്ടിണി കിടക്കുന്ന ഒരു മനുഷ്യന് കൊടുത്തപ്പോഴേ എനിക്ക് ഇരട്ടി മധുരം ലഭിച്ചതുപോലെയാണ് സയ്യിദത്തുന ഫാത്തിമ റളിയല്ലാഹു അൻഹ. ഇതാണ് ബറക്കത്ത്. ഒരാൾ റോൾസ് റോയ്സ് കാറിൽ ഇങ്ങനെ പോകുന്നുണ്ട്, ഭാര്യയും ഭർത്താവുണ്ടെന്ന് വെക്കുക. അവരൊന്നും സംസാരിക്കണില്ല, ഭാര്യ ഫോണിലാണ്, ഭർത്താവ് വേറെന്തോ ഒരു ടോക്കിലാണ്. പക്ഷേ തൊട്ട് ബാക്കിൽ ഒരു ഓട്ടോറിക്ഷ പോകുന്നുണ്ട്, ഭാര്യയും ഭർത്താവാണ് അതിലുള്ളത്. ഭർത്താവ് ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് തിരിഞ്ഞു നോക്കിയിട്ട് ഓരോ കളിയും ചിരിയാണ്, രണ്ടുപേരും വർത്താനൊക്കെ പറഞ്ഞു പോകുന്നുണ്ട്. നമ്മുടെ കാഴ്ചയിൽ ഏതാ ബറക്കത്ത്? റോൾസ് റോയ്സ് ആയിരിക്കും അല്ലേ? എന്തോ ഒരു ബറക്കത്തല്ലേ അവർക്ക്. റോൾസ് റോയ് എല്ലായിടും ബറക്കത്ത് അവിടെയില്ല, ബറക്കത്താ പുറകിലും തന്നെ ഓട്ടോറിക്ഷയിലാണ്. അതിനർത്ഥം റോൾസ് റോയ്സ് മേടിച്ചവർക്കൊന്നും ബറക്കത്തില്ല എന്നല്ല കേട്ടോ, അങ്ങനെ മനസ്സിലാക്കരുത്. അള്ളാഹുവിൻ്റെ തൃപ്തിയുള്ളിടത്തെ എന്തുണ്ടാവുള്ളൂ? കേൾക്കണില്ല, ബറക്കത്തുണ്ടാവുള്ളൂ അല്ലേ? ഹബീബായ സയ്യിദുനാ റസൂലുള്ളാഹ് തങ്ങളുടെ പഠിപ്പിച്ചൊരു പ്രാർത്ഥനയില്ലേ, അല്ലാഹുമ്മ അല്ലിഫ് ബൈന ഖുലൂബിന വഅസ്ലിഹ് ദാത ബൈനിന, അല്ലേ? പടച്ചോനെ, ഞങ്ങളുടെ ഹൃദയങ്ങളെ ഒരു നൂലിൽ കോർത്തിണക്കുന്നത് പോലെ നീ ഇണക്കി തരണയല്ല, ഞങ്ങളുടെ കാര്യങ്ങളൊക്കെ നന്നാക്കി തരണയല്ല. സയ്യിദുനാ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് തന്നെ അനാവശ്യമായി ദേഷ്യപ്പെടുന്ന ആളുകളാകരുത്. ചിലപ്പോൾ 5 മിനിറ്റ് കൊണ്ട് നമ്മുടെ ദേഷ്യം തീരും, പക്ഷെ അതിലൂടെ സംഭവിച്ചിട്ടുണ്ടാകുക ജീവിതത്തിൽ ഒരിക്കലും തുന്നിച്ചേർക്കാൻ പറ്റാത്ത ചില മുറിപ്പാടുകളായിരിക്കും. സൂര്യകൃഷ്ണമൂർത്തിയുടെ ഒരു ചെറുകഥയുണ്ട്, മുറിവുകൾ എന്നാണ് അതിൻ്റെ പേര്. അതിൽ നടന്നൊരു സംഭവമാണ്. ബോംബെയിൽ ഒരു ഇൻ്റർനാഷണൽ കമ്പനിയിൽ ജോലി ചെയ്യുന്നൊരു ചെറുപ്പക്കാരൻ, അദ്ദേഹത്തിൻ്റെ കുട്ടിയായിട്ട് ഭയങ്കര കമ്പനിയായിരുന്നു, രണ്ടുപേരും ഭയങ്കര ക്ലോസ് ആയിരുന്നു. ഒരിക്കലും അദ്ദേഹം പുതിയൊരു കാറ് മേടിക്കുകയാണ്. ഈ കുഞ്ഞിനെ കൊണ്ട് കറങ്ങാൻ പോയി, ഒരു ബീച്ചിൻ്റെ അടുത്താണ് പോയത്. അങ്ങനെ പോയിരുന്നപ്പോൾ ഈ കുട്ടി എന്ത് ചെയ്തു, അച്ഛനുമായിട്ട് ഓടിക്കളിക്കുന്നതിനിടയിൽ കയ്യിലൊരു ഇരുമ്പ് കമ്പി ഉണ്ടായിരുന്നു. ആ കമ്പി കൊണ്ട് കാറിൽ എന്തോന്നിങ്ങനെ വരച്ചിട്ടു. പുതിയ കാറല്ലേ, അച്ഛന് ദേഷ്യം വന്നു. ആ കമ്പി എടുത്ത് ഓടി വന്ന ആ കുഞ്ഞിൻ്റെ കൈക്കിട്ട് ഒരറ്റടിയും കൊടുത്തു. കുഞ്ഞ് കരയാൻ തുടങ്ങി. കരച്ചിൽ നിർത്തുന്നില്ല, ശക്തമായി കരയാൻ തുടങ്ങി. വേറെ എവിടെ നിന്ന് കരച്ചിൽ വരുന്നുണ്ടോ? മാഷാ അല്ലാ. കുഞ്ഞ് കരയാണ്, ശക്തമായി കരയാണ്. അപ്പോൾ ഈ കുഞ്ഞിനെയും കൊണ്ട് ഹോസ്പിറ്റലിലേക്ക് ഓടിച്ചെല്ലാണ് ഈ മനുഷ്യൻ. അവർ ഒരു ചെറിയ നേരത്തെ ദേഷ്യത്തിൽ സംഭവിച്ചു പോയതാണ്. ഓടിച്ചെന്നു.
അപ്പോൾ ഡോക്ടർ ഇങ്ങനെ കൈ നോക്കിയിട്ട് പറയുന്നുണ്ട്, ഈ വിരലുകൾ ഇനി അനങ്ങില്ല എന്നാണ്. ഈ വിരലുകൾ ഇനി അനങ്ങില്ല. ആ സമയത്ത് ആ കുഞ്ഞാ മനുഷ്യൻ്റെ മുഖത്തോക്കിയിട്ടൊന്ന് പുഞ്ചിരിച്ചു. തൻ്റെ ജീവിതമാകെ തകർന്നു പോകുന്നത് പോലെ ആ മനുഷ്യൻ കാറിൻ്റെ അടുത്തേക്ക് ഓടുകയാണ്. അവിടെ ചെന്ന് എൻ്റെ മോൻ വരച്ചു വെച്ചതിലേക്ക് നോക്കി ഇങ്ങനെ നിൽക്കുമ്പോൾ അതിലെഴുതിയിട്ടുണ്ട് ആ കുഞ്ഞ്. എന്തോന്ന് എഴുതിയതാ? ഐ ലവ് യു മൈ ഡാഡ്. എൻ്റെ അച്ഛനെ എനിക്ക് ഒരുപാട് ഇഷ്ടമാണെന്നാണ് ആ കമ്പി കൊണ്ട് പുതിയ കാറിൽ ആ കുട്ടി എഴുതിയിട്ടുള്ളത്. പിന്നീട് ആ മനുഷ്യൻ ആത്മഹത്യ ചെയ്തു എന്ന് നമുക്ക് വായിക്കാൻ കഴിയും. ഇത് നടന്നൊരു സംഭവം കൂടെയാണ്. അതായത് ചില ദേഷ്യങ്ങൾ, നമ്മുടെ ജീവിതത്തിൽ അകാരണമായി ഉണ്ടാകുന്ന ചില പ്രശ്നങ്ങൾ ആ സമയത്ത് കൺട്രോൾ ചെയ്യുക. അതാണ് ഹബീബായ സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത്, ദേഷ്യം ആരിൽ നിന്നാണ്? പിശാചിൽ നിന്നാണ്. അവൻ നമ്മുടെ കുടുംബം തകർക്കാൻ നോക്കുമെന്നാണ്. അല്ലാഹു റബ്ബുൽ ആലമീൻ മനസ്സിലാക്കാൻ തൗഫീഖ് ചെയ്യട്ടെ. അകാരണ സംശയങ്ങൾ. ഒരിക്കൽ ആയിഷ ബീബി റളിയല്ലാഹു അൻഹ മുത്തുനബി അടുത്ത് കിടപ്പുണ്ടായിരുന്നു. കുറച്ച് കഴിഞ്ഞൊക്കെ ആളെ കാണാനില്ല, എവിടെ പോയിട്ടുണ്ടാകും? ഒരു കൺഫ്യൂഷ്യസ് മൈൻഡ്. പുറത്തേക്ക് ഇറങ്ങി നോക്കുമ്പോൾ ജന്നത്തുൽ ബഖീയിലുണ്ട് സയ്യിദുനാ റസൂലുള്ളാഹ്. പടച്ചോനെ, ഞാനങ്ങനെ ചിന്തിച്ചു പോയല്ലോ അല്ലാ. കണ്ടോ, തെറ്റിദ്ധാരണകൾ ജീവിതത്തെ